C3 വിട്ടാ. ഓക്കേ ചേച്ചി. Stop. Sir, അവിടെ പാർക്കില്ല സർ. റിസർവ്ഡ് ആണ് സർ. അയ്യോ. നീയൊക്കെ എവിടെ നോക്കി നിൽക്കാടി? ഞാൻ പറഞ്ഞല്ലേ സർ, ഇവിടെ റിസർവ്ഡ് ആണ്. പിന്നെ സാറ് ഫോണിലായിരുന്നില്ലേ? നീ കൂടുതലേ ഓവർ സ്മാർട്ട് ആവല്ലേ? നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായ കുഴപ്പത്തിന് ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ 6 മാസത്തെ ശമ്പളം വേണം ഈ പോയ ലൈറ്റ് ശരിയാക്കാൻ. നിനക്ക് ഈ കാർ ഏതാണെന്നറിയോ? ഈ കാർ ഏതാന്ന് മനസ്സിലായി, പക്ഷെ നിങ്ങളെ മനസ്സിലായി. സീനദാസ്. അഡ്രസ്സും അറിയണം. ഗൂസിലി കട്ടിങ് ഒന്നും എനിക്കറിയില്ല. ഒന്നാമത് സ്പ്രിങ് പോലത്തെ പൊടിയാ. അതെങ്ങനെ എണ്ണ തേക്കാൻ പറഞ്ഞാൽ എണ്ണ തേക്കില്ലല്ലോ. ഹലോ അച്ഛാ. ശരി അച്ഛാ. എന്താണ് എന്താണ്? അച്ഛനോ? അച്ഛ അച്ഛ എന്താണ്? ഇങ്ങോട്ട് ഇറങ്ങി വാടി. വേറെ എവിടെയാണെന്ന് തോന്നുന്നു സാറേ. ദേഹത്തൊന്നും കാണുന്നില്ല. സാധനം എവിടെയാന്ന് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. കേട്ടല്ലോ? കള്ളക്കേസാ. ഞാൻ ഒരാളുടെ കാറിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു. ഇന്ന് വൈകുന്നേരം പാർക്കിംഗ് ലോട്ടി വെച്ച് ഒരാളുമായിട്ട് നടക്കി. അതിന്റെ ബാക്കിയാ. എന്ത് പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കണില്ല. ഇതാണ് സാർ ആൾ. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയാം? നിങ്ങൾ ആരായാലും എനിക്കെന്താ? കുറ്റം സമ്മതിക്കുന്നില്ല സാർ. ഇനി എന്നോട് പറ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല സർ. എന്തോ കേട്ടില്ല സാറേ. അവളൊന്നും എടുത്തിട്ടില്ല. അവളെ കാണാനായിട്ട് അടുത്ത ആഴ്ച ഒരു കൂട്ടർ വരുന്നുണ്ട്. പ്ലീസ്. എന്നോട് ചോദിച്ചോ? താ അങ്ങോട്ട് മാറിക്കിടോ. ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കുമ്പോൾ മാറും എല്ലാ അഹങ്കാരവും. ഇങ്ങോട്ടോ? ഇന്നിവിടെ കിടക്കേണ്ടി വന്ന നാളെ പിന്നെ നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇവിടെ വരണ്ട. അച്ഛൻ നമ്മളിനി എന്ത് ചെയ്യും? എനിക്കൊന്നും അറിഞ്ഞൂടാ. അഡ്വക്കേറ്റ് പത്മനാഭന്റെ നമ്പർ ഉണ്ട്, വിളിക്കട്ടെ? വിളിക്ക്.
സനലാണ് സാറേ. സാറേ, എൻ്റെ ചേച്ചീനെ ഇവിടെ ഒരു കള്ളക്കേസിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. ഹലോ 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 സാറേ. GD എടുത്തുണ്ട്. നിങ്ങളുടെ പേരെന്താ? സീന. എവിടെ? വിളിക്കാം സർ. വിളിക്കാം. എന്താ കേസ്? ഈ പെൺകുട്ടിയുടെ പേരിലുള്ള കേസ് എന്താണ്? സർ, മോഷണമാണ് സർ. എന്ത് മോഷണം? സർ, ഇവർ വർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ലോട്ടിലെ ഒരു വണ്ടിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു. ആരാ പരാതി തന്നു? സർ, സുശീൽ എന്ന് പറഞ്ഞ ഒരാളാണ്, ബിസിനസ്സുകാരനാണ്. ആ പരാതി ഇങ്ങ് തരും. റിട്ടേൺ കംപ്ലൈൻറ്റ് തന്നിട്ടില്ല സർ. പിന്നെ സർ, ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. FIR ഉണ്ടോ? ഇല്ല സർ. നിങ്ങൾ സംഭവം നടന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചോ? ഇല്ല. ഇവരെ ചോദ്യം ചെയ്തു? ചെയ്തു. എന്നിട്ട് കുറ്റം സമ്മതിച്ചിട്ടില്ല സർ. തൊണ്ടി കിട്ടിയോ? ഈ സംഭവം എപ്പോഴാണ് നടന്നത്? സർ, ഇന്ന് വൈകുന്നേരമാണ്. അപ്പോൾ 379 വകുപ്പ്. അതെ സർ. ഇന്ന് വൈകുന്നേരം നടന്നു എന്ന് പറയുന്ന മോഷണം. റിട്ടേൺ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല, സംഭവസ്ഥലം സന്ദർശിച്ചിട്ടില്ല, FIR ഇട്ടിട്ടില്ല, തൊണ്ടി മുതലും കിട്ടിയിട്ടില്ല. പ്രതി എന്ന് പറയുന്ന യുവതിയെ ലോക്കപ്പ് ചെയ്യാൻ പോകും. എന്താ കമ്മീഷണർ, നിങ്ങളുടെ കീഴിലുള്ള സ്റ്റേഷൻ എടുക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? 5 മണിക്ക് ശേഷം സ്ത്രീകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തരുതെന്നും അത്യാവശ്യമാണെങ്കിൽ വീട്ടിൽ പോയി ചോദ്യം ചെയ്യണമെന്നുള്ള ഉത്തരവിൻ്റെ കോപ്പി ഇവിടെ ഇല്ലേ? ഇല്ലേ? ഉണ്ട് സർ. ആ ഉത്തരവുകളൊക്കെ നടപ്പാക്കാനും കൂടി ഉള്ളതാണെന്ന് ഇതുവരെ മനസ്സിലാക്കി. ഇനി പറ, ഈ കേസ് ജെനുവിൻ ആണോ അല്ലേ? ആർ ബാഹുലയൻ SIF പോലീസ്, ഷൈൻ തോമസ് സർക്കിൾ ഇൻസ്പെക്ടർ. രണ്ടുപേരുടെയും സസ്പെൻഷൻ ഓർഡർ റെഡി ആയിക്കോളും. ഇവരെ നിങ്ങളുടെ ഒഫീഷ്യൽക്കാരെ തന്നെ ഇപ്പോൾ വീട്ടിലെത്തിക്കണം. എത്തിയവരെ എനിക്ക് വിളിച്ച് പറയുകയും ചെയ്യണം. പിന്നെ ഈ കംപ്ലൈന്റ് കൊടുത്തയാളുടെ ഫുൾ ഡീറ്റെയിൽസ് നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് എൻ്റെ ഓഫീസ് ടേബിളിൽ ഉണ്ടാവണം. ഐ വിൽ സീ ടു ഇറ്റ് സർ. ഇതെവിടെ? സാർ, ഇതൊരു അത് വാ. എന്താണോ? ഇന്നലെ സാർ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ടാവുമെന്നുമല്ല അറിയില്ല.
അതിന് എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല. അതിന് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അതിനൊരു മഹത്വവും കാണണ്ട കേട്ടോ. അതൊന്നും എനിക്കറിയില്ല സാർ. ഞാൻ വിളിച്ചപ്പോൾ സാറ് വന്നു. എന്താ ഇത് തരണ്ടേന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും മതിയാവാന്ന് അറിയില്ല. ഇനിയൊന്നും വേണ്ട കേട്ടോ.